നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മന്ത്രിയും INL നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് ചേക്കേറുന്നെന്ന് റിപ്പോർട്ട്. ഇതിനായുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നുവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നുമാണ് റിപ്പോർട്ട്. ലീഗിലെ KM ഷാജിയാണ് ദേവർകോവിലുമായി ചർച്ചകൾ നടത്തുന്നത്. എന്നാൽ ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നാണ് KM ഷാജി ഒരു സ്വകാര്യ ചാനലിനോട് പ്രതികരിച്ചത്. അതേസമയം പ്രചരിക്കുന്ന വാർത്തകൾക്ക് ഒരു അടിസ്ഥാനവുമില്ലെന്നും INLലും ഇടതുമുന്നണിയിലും ഉറച്ചു നിൽക്കുമെന്നുമാണ് അഹമ്മദ് ദേവർകോവിൽ പറയുന്നത്. സംസ്ഥാന ലീഗ് വിഷയത്തിലെ തന്റെ അഭിപ്രായം തെറ്റിദ്ധരിച്ചതാകാമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ലീഗ് വിഷയം രമ്യമായി പരിഗണിക്കണമെന്നും ഇരു കൂട്ടർക്കുമിടയിലെ തർക്കം ചിലർ മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. CPMന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ഇത്. സംസ്ഥയെ ഹൈജാക്ക് ചെയ്യാൻ ലീഗ് ശ്രമിക്കുന്നു എന്നാണ് CPM പറയുന്നത്. മണ്ണാർക്കാട് INL സംഘടിപ്പിച്ച പരിപാടിക്ക് പോകുന്നതിനിടെ പള്ളിയിൽ സംസ്ഥയുടെ ഒരു മുൻ പ്രസിഡന്റിന്റെ ഖബർസ്ഥാൻ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വാർത്ത വന്നതെന്ന് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നാണ് പ്രചാരണം ഉണ്ടായതെന്നും INLൽ നിന്ന് പുറത്താക്കപ്പെട്ട ചിലരുമാണ് വാർത്ത പ്രചരിപ്പിച്ചതെന്നും അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കി. പ്രാഥമിക ചർച്ചകൾ നടന്നതായിരുന്നു പുറത്തുവരുന്ന വിവരം. KM ഷാജി അടക്കമുള്ള നേതാക്കളാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതെന്നായിരുന്നു വാർത്ത. എന്നാൽ KM ഷാജി അടുത്ത ബന്ധമുള്ള ആളല്ലെന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മുസ്ലിം ലീഗിനകത്തുള്ള പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ തന്നെ INLലെ പ്രവർത്തന രീതിയോട് CPMന് അത്ര താല്പര്യമില്ലെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. പാർട്ടിയിലെ വിഭാഗീയതയും തുടർന്നുള്ള പരസ്യ വിഴുപ്പലക്കലുമായിരുന്നു ഇതിന് കാരണം. 2021 കൊച്ചിയിൽ ചേർന്ന പാർട്ടിയിലെ യോഗത്തിലുണ്ടായ വാക്കേറ്റവും തുടർന്ന് പരസ്പരം പുറത്താക്കിയതുമാണ് CPMനെ ഏറെ ചൊടിപ്പിച്ചത്. ഈ ഘട്ടത്തിൽ മന്ത്രിസ്ഥാനം തിരിച്ചെടുക്കാൻ CPM ഇടതുമുന്നണിയും ആലോചിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. PSC അംഗത്വത്തിനായി കാസിം ഇരിക്കൂർ 40 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ഒരു വിഭാഗം ആരോപിച്ചതും CPMന്റെ കടുത്ത അമർഷത്തിനിടയാക്കിയിരുന്നു. മുസ്ലിം സംഘടനകൾക്കിടയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ലീഗ് നേതൃത്വം ശ്രമിക്കുന്നതിനാൽ INLനെ കൂടെ നിർത്തേണ്ടത് CPMന് ആവശ്യമായിരുന്നു. അതിനാലാണ് CPM ഇടപെട്ട തർക്കങ്ങൾ ഒതുക്കി തീർത്ത് മുൻപോട്ട് പോയത്. അതിനിടെ തന്നെ INLലെ ഒരു വിഭാഗത്തെ അടർത്തി മാറ്റി പഴയ ലാവണ്യത്തിലെത്തിക്കാൻ ലീഗ് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിലിപ്പോൾ ഏറെക്കുറെ വിജയിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. LDFൽ നിന്ന് ഉടൻ വിട്ടുപോകില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് ഉണ്ടാവുമെന്നാണ് ചില കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. രണ്ടാം പിണറായി സർക്കാരിൽ തുറമുഖ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയായിരുന്നു അഹമ്മദ് ദേവർകോവിൽ. മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് രാജിവെച്ചത്. അദ്ദേഹത്തിനൊപ്പം ഗതാഗത വകുപ്പ് മന്ത്രിയായ ആന്റണി രാജുവും രാജിവെച്ചിരുന്നു. പൂർണ്ണ സംതൃപ്തിയോടെയാണ് ടേം പൂർത്തിയാക്കുന്നതെന്നും മന്ത്രിയാക്കിയത് LDF ആണെന്നുമാണ് രാജിക്കത്ത് സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്.